ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഈ ഒരു ജേർണിയിൽ നമ്മുടെ അസെൻഷൻ ജേർണിയിൽ ഫാദർ വൂണ്ട് എന്താണെന്ന് മനസ്സിലാക്കാം. ഫാദർ വൂണ്ട് എന്താണ്, അതിനെ എങ്ങനെ തിരിച്ചറിയാം, ഫാദർ വൂണ്ടിനെ എങ്ങനെ ഹീൽ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫാദർ വൂണ്ട് ഉണ്ടെന്ന് അറിയുന്നത് പോലും ഏകദേശം നമ്മളുടെ ഷാഡോ സെൽഫ് ഹീലായി കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് നമ്മളുടെ ഇന്നർ മസ്കുലൈനെ നമ്മൾ സർപ്രസ് ചെയ്ത് മുമ്പോട്ട് വരുന്ന അതിൻ്റെ കോർ റീസൺ തേടി പോകുമ്പോഴായിരിക്കും നമുക്ക് ഫാദർ വൂണ്ട് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഫാദർ വൂണ്ട് ആദ്യം നമുക്ക് എങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ തൊട്ട് നമ്മളുടെ ലൈഫിലുള്ള അച്ഛൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ അച്ഛൻ, ആ ഒരു അച്ഛനിൽ നിന്നും നമ്മൾക്ക് അതായത് അച്ഛൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസിൻ്റെ അഭാവം നമ്മളുടെ ലൈഫിൽ, ഈവൻ ഫിസിക്കലി ആൾ പ്രസൻ്റ് ആണെങ്കിൽ പോലും ഇമോഷണലി ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു ഫാദർ ഫിഗർ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു വൂണ്ട് നോർമലി വരാവുന്നതാണ്. അതായത് സൊസൈറ്റി പാറ്റേണിൻ്റെ അനുസരിച്ച് ഒരു ഫാദർ എന്ന് പറയുന്നത് മസ്കുലൈൻ എനർജി, അതായത് ആ ഒരു മസ്കുലൈൻ എനർജി എന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തിൻ്റെ ഏർണിങ് ചെയ്യേണ്ട ആളാണ്. ആ കുടുംബത്തിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടി വോട്ടെവർ ആ കാര്യങ്ങളൊക്കെയും ചെയ്യേണ്ട ഒരാളാണ്. അതിൻ്റെ കൂടെ തന്നെ ഇമോഷണലി ആ ഒരു ഫാമിലീനെ പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണ്. അപ്പോൾ ഇവിടെ മദർ വൂണ്ടിനും ഫാദർ വൂണ്ടിനും തമ്മിലുള്ള ഒരു വ്യത്യാസവും പറഞ്ഞുതരാം. മദർ വൂണ്ടിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. മദർ വൂണ്ട് എന്ന് പറയുമ്പോൾ, മദർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നേർച്ചറിങ് ആണ്. ഇമോഷണലി എല്ലാവരുടെയും വെൽ ബീയിങ്ങിന് വേണ്ടി ലവ് ആൻഡ് കെയർ കൊടുത്തുകൊണ്ട് ആ ഫാമിലീനെ, അതായത് ആ ഫാമിലിയിൽ ആ ഒരു അൺകണ്ടീഷണൽ ലവ് കൊടുക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഇവിടെ മദർ വൂണ്ട് വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ ആബ്സെൻസ് ആയിരിക്കും നമുക്ക് ഫീൽ ആവുന്നത്. എന്നാൽ ഫാദർ വൂണ്ട് വരുമ്പോൾ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ആബ്സെൻസ്, ഇത് രണ്ടിലും നമുക്ക് നന്നായിട്ട് ഈ ഒരു ഫാദർ വൂണ്ടിൻ്റെ ഇമ്പാക്റ്റ് വരുന്നതാണ്. അപ്പോൾ ഫാദർ വൂണ്ട് നമുക്കുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ ലോൺലിനെസ്സിനെ ഈ ഒരു ജേർണിയിൽ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഹീലാക്കാനായിട്ട് പലപ്പോഴും പല മെഡിറ്റേഷൻസ്, ഇന്നർ വർക്കൊക്കെ ചെയ്യാറുണ്ട് പല ടെക്നിക്സിലൂടെയും. എന്നാൽ ഫാദർ വൂണ്ടുള്ള ഒരാൾക്ക് എപ്പോഴും ലോൺലിനെസ് കാണും, ലൈഫിൽ എപ്പോഴും കൺഫ്യൂഷൻ കാണും. സ്പിരിച്വലി അവേക്കനിങ്ങിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴും പലപ്പോഴും ആ ഒരു ക്ലാരിറ്റി, ഈവൻ തേർഡ് ഐ ബാലൻസ്ഡ് ആണെങ്കിൽ പോലും ക്ലാരിറ്റി കിട്ടാതെ കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിൽക്കും. പലപ്പോഴും ഒരു ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും ഫാദർ വൂണ്ട് ഉള്ളവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒത്തിരി ട്രസ്റ്റ് ഇഷ്യൂസ് കാണും, റിജക്ഷൻ്റെ പേടി, അബാൻമെൻറ്റ് ഇഷ്യൂസിൻ്റെ പേടി ഒക്കെ കാണും. അവരുടെ ലൈഫിൽ റിലേഷൻഷിപ്സ് എപ്പോഴും ഒരു ഫെയിലിയറിൽ നടന്നുകൊണ്ടിരിക്കും, അത് പാറ്റേൺ ആയിട്ട് ഫെയിലിയറിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഒരു അച്ഛൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ അച്ഛൻ്റെ കാര്യമാണ് പറഞ്ഞെങ്കിലും കളക്റ്റീവ്ലി പറയുമ്പോൾ ഒരു ഫെമിനൈൻ എനർജിയുടെ ലൈഫിലാണെങ്കിൽ അവരുടെ ലൈഫിലുള്ള മസ്കുലൈൻ എനർജീസിൻ്റെ ഒക്കെ പാറ്റേൺസ് സിമിലർ ആയിരിക്കും. ഒരു പക്ഷേ അവർ ഒന്ന് പുറകോട്ട് പോയിട്ട് നോക്കുമ്പോൾ, അതായത് അവേക്കനിങ്ങിന് മുമ്പുള്ള ആ ഒരു ലൈഫിലേക്കൊന്ന് നോക്കുമ്പോൾ അവരുടെ ലൈഫിൽ അച്ഛൻ എങ്ങനെയാണോ അതേപോലത്തെ അതേ പാറ്റേണിലുള്ള ഫ്രണ്ട്സ് ആയിരിക്കും അവരുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ്മേറ്റ്സ് ആയിരിക്കാം, കോളേജ് മേറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വെൽവിഷർ കാറ്റഗറിയിൽ വരുന്നവർ. ആദ്യമൊക്കെ നന്നായിട്ട് ഇരിക്കുമെങ്കിലും പിന്നെ ആ ഒരു ഇമോഷണലി അല്ലെങ്കിൽ ഒരു ഫിസിക്കലി ഉള്ള, അതായത് അച്ഛനിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് നോക്കിയ കാര്യങ്ങളൊക്കെയും ഇവിടുന്ന് കിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് റിജക്ഷൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അച്ഛൻ കാണിച്ചു തന്ന ആ സെയിം പാറ്റേൺസ് തന്നെയായിരിക്കും നമ്മളിലേക്ക് പിന്നെ ഇവർ ആ ഒരു വൂണ്ട് തന്നെയായിരിക്കും കാണിച്ചു തരുന്നത്. അതേപോലെ അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സ്ലിബ്ലിങ്സ് ടൈപ്പ്, അതായത് ബ്രദർ അല്ലെങ്കിൽ
എൽഡർ ഓർ യങ്ങർ ബ്രദേഴ്സ്, കസിൻ ബ്രദേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടീനേജ് ഇയേഴ്സിൽ അവരുടെ ലൈഫിൽ വന്ന ഏതെങ്കിലും ഒരു ലവ് റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ബോയ് ഫ്രണ്ട് ഒക്കെ ആണെങ്കിലും, പിന്നെ ലേറ്റർ ഓൺ ലൈഫിൽ മേ ബി മാരേജ് ചെയ്യുമ്പം പോലും, കല്യാണം കഴിക്കുമ്പം പോലും അച്ഛനെ പോലെ സെയിം ആണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന പലരുമുണ്ട്. ജസ്റ്റ് ബിക്കോസ് നമ്മളുടെ ആ വൂണ്ട് ഉള്ളത് കൊണ്ട് സെയിം കൈൻഡ് ഓഫ് പാറ്റേൺ ഉള്ള ആളെ നമ്മളിവിടെ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ആ സെയിം വൂണ്ട് വെച്ച് നമ്മൾ ആ ഒരു ആളിനെ മാനിഫെസ്റ്റ് ചെയ്തു എന്ന് പറയാം നമുക്ക്. അപ്പോൾ കൂടുതലും ഈ പറഞ്ഞ പോലെ അച്ഛൻ നമ്മളുടെ ലൈഫിലുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന മെയിൽ കാറ്റഗറിയിലുള്ള നമ്മളുടെ ഫാമിലിയിലുള്ള ആൾക്കാർ നമ്മളുടെ ലൈഫിലുണ്ട്. പക്ഷേ ഇമോഷണലിയോ ഫിസിക്കലിയോ അവർ നമ്മൾക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നിട്ടില്ലെങ്കിൽ, കുറേ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഫാമിലി പാറ്റേണിൽ നമ്മൾ ജീവിച്ച് വന്നിട്ടുണ്ടെങ്കിൽ, അച്ഛൻ കുഞ്ഞിലെ മരിച്ചു പോയവരിൽ ഒക്കെയും ഈ ഒരു പാറ്റേൺസ് വരാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വിസിബിളി വരുന്ന ബ്ലോക്സ് അല്ലെങ്കിൽ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്നർ മസ്കുലൈൻ എനർജിയിലാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മളുടെ ഇന്നർ മസ്കുലൈനെയും കൂടെയാണ് ഈ ഒരു ജേർണിയിൽ ഹീൽ ചെയ്യുന്നത്. സോ ദാറ്റ് നമ്മളുടെ ഔട്ടർ മസ്കുലൈൻ ഹീലാവും, അല്ലേ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ. അപ്പോൾ ഈ ഇന്നർ മസ്കുലൈനെ ഹീൽ ചെയ്യുന്തോറും നമ്മൾ പിന്നെയും ഫാദർ വൂണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു ലോ സെൽഫ് എസ്റ്റീമിൽ നിൽക്കുകയും, ഈവൻ 3Dയിൽ എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിൽ വന്നാൽ പോലും അതിനൊരു ഫുൾഫിൽമെൻറ്റിൽ വരാൻ പറ്റാതിരിക്കുകയും ചെയ്യും, ജസ്റ്റ് ബിക്കോസ് ഈ ഒരു വൂണ്ട് കിടക്കുന്നതുകൊണ്ട്. ആൻഡ് ദ സെയിം തിങ് നമ്മളുടെ ട്വിൻ ഫ്ലെയിമും നമുക്ക് റിജക്ഷൻ്റെ രൂപത്തിൽ, അബാൻമെൻറ്റ് ഇഷ്യൂസിൻ്റെ രൂപത്തിൽ, ഗോസ്റ്റിങ്ങിൻ്റെ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ തരികയും ഇതൊക്കെ ചെയ്യുമ്പോഴും മനസ്സിലാക്കുക ഈ വൂണ്ട് വന്നിരിക്കുന്നത് നമ്മളുടെ ആ ഒരു കുഞ്ഞിലെ അച്ഛൻ്റെ വൂണ്ടിൽ നിന്നുമാണ്, അല്ലെങ്കിൽ ഫാദർ വൂണ്ടിൽ നിന്നുമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനെ എങ്ങനെ ഹീൽ ചെയ്യണം? ഈ പറഞ്ഞ പോലെ നമ്മൾ ഫാദർ വൂണ്ടിനെ ഹീൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നർ മസ്കുലിനെയും കൂടെയാണ് ഹീൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ തന്നെ, എവിടെയൊക്കെയാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്നേഹം, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കെയർ, ഒരു കൺട്രോളിങ് ബിഹേവിയർ അല്ലാതെ എന്നെ മനസ്സിലാക്കുന്ന ഒരു ബിഹേവിയർ ഞാൻ എവിടെയൊക്കെ എൻ്റെ ലൈഫിൽ ഓർമ്മയുള്ളപ്പോൾ തൊട്ട് ഞാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ആ പാട്ടുകളിൽ ആ ലോവർ വെർഷൻസ് ഓഫ് നമ്മളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, യെസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. പല റെയർ എന്ന് പറയാൻ പറ്റില്ല, പല കേസസിലും അച്ഛനിൽ നിന്നൊക്കെ ഒരു ഫിസിക്കൽ അബ്യൂസും ഒക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ കൗൺസിലിങ്ങിലൊക്കെ വരുമ്പം കേൾക്കാറുള്ളതാണ്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ അവിടെ ഒരു ഹേറ്റ്രേറ്റ് ആയിരിക്കും അവരെപ്പോഴും മനസ്സിൽ വച്ചിരിക്കുന്നത്. സോ ആദ്യം ഈ ഒരു ലോവർ വെർഷനിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പം അവിടെ അച്ഛൻ്റെ ആ വെർഷന് മാപ്പ് കൊടുക്കുക. കാരണം അവരുടേതായിട്ടുള്ള ട്രോമാസിലൂടെയാണ് അവർ ജീവിച്ചിരുന്നതെന്നും അല്ലെങ്കിൽ ജീവിക്കുന്നതെന്നും അവരുടെ കോൺഷ്യസ്നെസ് അത്രയേ ഉള്ളൂവെന്നും ആ ട്രോമാസിനെ മറ്റുള്ളവരിലേക്ക് അവർ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട്, അതായത് അതവരുടെ ട്രോമയായിരുന്നുവെന്നും ആ ഒരു ട്രോമയിൽ നിന്നും നിങ്ങളിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പോയ ജന്മങ്ങളിലെ ട്രോമയിലേക്ക് ആ ഒരു വെളിച്ചം വീശുകയായിരുന്നു അവർ ചെയ്തതെന്നും മനസ്സിലാക്കാം. അടുത്തതായിട്ട് ഇതിൽ ഒരു പക്ഷേ ചില കേസുകളിൽ അമ്മയെ ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ ഇമോഷണലി അമ്മയ്ക്കൊരു സപ്പോർട്ട് കൊടുക്കാത്ത അച്ഛൻ്റെ കൂടെ ജീവിച്ചവരാണെങ്കിൽ, അത് സൊസൈറ്റിയിൽ വളരെ നല്ല ഫാമിലി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇൻറ്റേർണലി ഫാമിലിയുടെ അകത്ത് ഇങ്ങനെയുള്ള ക്ലാഷസ് കണ്ടു വളർന്ന ഒരു കുഞ്ഞിലാണെങ്കിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്സിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെയും ആക്സെപ്റ്റ് ചെയ്യുക, അത് അവരുടേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ട് അവരുടെ ലെസൺസ് ആയിരുന്നു എന്നുള്ളത്. അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ ഒരു 10 വയസ്സിലുള്ള, ഫോർ എക്സാമ്പിൾ പറയുകയാണ്, 10 വയസ്സിലുള്ള നമ്മളുടെ ആ ഒരു ലോവർ വെർഷൻ അച്ഛൻ്റെ അടുത്ത് വളരെ ഹാപ്പി ആയിട്ട് പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അച്ഛൻ വളരെ അരഗൻ്റായിട്ട് അവിടെ ഒരു ആൻസർ തന്നെങ്കിൽ
ആ ഒരു 10 വയസ്സുള്ള കുഞ്ഞിന് ആ ഒരു അവിടെ ഒരു എന്താ പറയുന്നത് ഗ്യാപ്പാണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ എത്ര ചെയ്താലും അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അച്ഛൻ എൻ്റെ കൂടെ നിന്നില്ല എന്നുള്ള ഒരു ചെറിയ ഒരു കാര്യമായിരിക്കാം. പക്ഷേ വലിയൊരു തലത്തിൽ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ അവർക്ക് എഫക്റ്റ് ആവും. അവിടേക്ക് ഇറങ്ങിച്ചെന്ന ആ കുഞ്ഞിന് അത്രയും ലവ് കൊടുക്കുക എന്നുള്ളതല്ലാതെ നമുക്കിതിൽ ഹീൽ ചെയ്തുകൊണ്ട് വരാനായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ തലങ്ങളിൽ ഇറങ്ങിച്ചെന്ന് നമ്മൾ ആ ഒരു അൺകണ്ടീഷണൽ ലവ് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമേ നമ്മൾക്കിത് നമ്മളുടെ ഇന്നർ മസ്കുലൈനെ പ്രോപ്പറായ രീതിയിൽ നമുക്ക് ഹീൽ ചെയ്തെടുക്കാൻ പറ്റുകയും ആ 3Dയിൽ ഗ്രൗണ്ട് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ 5Dയിൽ 5D എന്ന് പറഞ്ഞാൽ ഫെമിനൈൻ എനർജി സ്പിരിച്വൽ വർക്കിലൂടെ നമ്മൾ ചെയ്ത പല കാര്യങ്ങൾ കാണും, പല മാനിഫെസ്റ്റേഷൻസ് കാണും. 3Dയിലേക്ക് അത് ആക്ടിവേറ്റ് ആകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫാദർ വൂണ്ട് ഹീൽ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഫാദർ വൂണ്ടിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. വീഡിയോ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പിക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ മാർച്ച് 22 തൊട്ട് ആകാശിക് റെക്കോർഡ്സിൻ്റെ ഫസ്റ്റ് ലെവൽ ക്ലാസ് സ്റ്റാർട്ട് ആവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ട് ഉള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്. ഓം നമഃ ശിവായ.